ഹായ്, വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് ക്യാരറ്റും സ്പ്രിംഗ് ഓണിയനും ഇട്ട് പരാഠ ഉണ്ടാക്കാം. ഈ പരാഠ മാവ് കുഴയ്ക്കാതെ എളുപ്പത്തിന് മാവ് കലക്കിയാണ് ചുട്ടെടുക്കുന്നത്. ഇതിൽ ഞാൻ 2 തരം പരാഠയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് മുട്ട യൂസ് ചെയ്യാതെ, ഒന്ന് മുട്ട യൂസ് ചെയ്തു. അപ്പൊ അതുണ്ടാക്കുന്ന വീഡിയോ കാണാം. ഈ എഗ്ലെസ് പരാഠ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദ, പാല്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സ്പ്രിംഗ് ഓണിയനും പച്ചമുളകും ചെറുതായി അരിഞ്ഞത്, പഞ്ചസാര, ഉപ്പ്, എണ്ണ, വെള്ളം. ആദ്യം നമുക്ക് പരാഠയ്ക്കുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇടാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ഏകദേശം 1.5 ടീസ്പൂൺ പഞ്ചസാരയും ഇടാം. ഇനി 4 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഞാൻ ഏകദേശം 1/4 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞതും 2.5 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് മിക്സ് ചെയ്യാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി പരാഠ ചുട്ടെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ തേക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ആയിരിക്കണേ. ഇനി അതിലേക്ക് ഏകദേശം 1.5 തവി മാവ് ഒഴിച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ മാവ് സ്പ്രെഡ് ആയില്ലെങ്കിൽ മാവിന് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ച് മാവിൻ്റെ കട്ടി കുറച്ചാൽ മതി. ഇത് ഡ്രൈ ആയി വരുമ്പോൾ സ്വല്പം എണ്ണ ഒഴിച്ച് മറിച്ചിടാം. ഇതിനെ ഒന്നുകൂടി മറിച്ചിട്ട് ചട്ടകം കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. പരാഠ ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കി പരാഠയും ചുട്ടെടുക്കാം. എഗ്ലെസ് പരാഠ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് സെർവ് ചെയ്യാം. ഈ എഗ്ഗ് യൂസ് ചെയ്തിട്ടുള്ള പരാഠ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദ, മുട്ട, പാല്, സ്പ്രിംഗ് ഓണിയനും പച്ചമുളകും ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, എണ്ണ, പഞ്ചസാര, ഉപ്പ്, വെള്ളം. ആദ്യം നമുക്ക് പരാഠയ്ക്കുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ഇടാം. ഇനി 4 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇടാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ബ്ലെൻഡ് ചെയ്യാൻ നേരത്ത് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചായിരുന്നു. അപ്പോഴാണ് ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടാം. ഇനി ഇതിലേക്ക് 2.25 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയനും 1.5 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരാഠ ചുട്ടെടുക്കാം. അതിനായി അടുപ്പത്തൊരു പാൻ വെച്ച് അതിൽ എണ്ണ തേക്കാം. ഈ സമയത്ത് ടെമ്പറേച്ചർ മീഡിയം ടു ഹൈ ആയിരിക്കണേ. ഇനി അതിലേക്ക് ഏകദേശം 1.5 തവി മാവ് ഒഴിച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ മാവ് സ്പ്രെഡ് ആയില്ലെങ്കിൽ മാവിന് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ച് മാവിൻ്റെ കട്ടി കുറച്ചാൽ മതി.
ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ സ്വല്പം എണ്ണ ഒഴിച്ച് മറിച്ചിടാം. ഇതൊന്നുകൂടി മറിച്ചിട്ട് ചട്ടുകം കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. പറാഠ റെഡി ആയിട്ടുണ്ട്. ഇതിനി പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കി പറാഠയും ചുട്ടെടുക്കാം. പറാഠ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഈ പറാഠയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.